ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒന്ന് ഓണത്തിൻ്റെ ദിവസം രാവിലെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളിത് കാണുമ്പോൾ മിക്കവാറും നിങ്ങളൊന്നെങ്കിലും ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഇരിക്കുന്നൊരു സമയത്തായിരിക്കും. ഏറെ വൈകിട്ടാണല്ലേ? പറയാൻ വരുന്ന വേറൊന്നുമില്ല, വളരെ ലേറ്റ് ആയിട്ടുള്ള സാധാരണഗതിയിൽ നമ്മൾ രാത്രി 12 മണിയോടുകൂടി അല്ലെങ്കിൽ തലേ ദിവസമൊക്കെയാണ് ഓണാശംസകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കാറ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓണത്തിൻ്റെ അന്ന് നട്ടുച്ചയ്ക്ക് എന്ന് പറയലെങ്കിലേ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു ഓണാശംസകൾ നേരാനാണ് ഞാനും അഖിൽ ഇപ്പം എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു Q&A നടത്താനുള്ള പരിപാടിയുണ്ട്. ഈ അടുത്ത കാലത്തൊന്നുമല്ല, പക്ഷേ നമ്മൾ വൈകാതെ തന്നെ ഒരു Q&A നടത്തും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ രണ്ടുപേരെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ചാനലിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വെച്ചാൽ ഈ ഓണം വലിയ ആഘോഷമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഓണമൊന്നുമില്ല. എൻ്റെ ഫാദർ മരണപ്പെട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ. രഞ്ജിത്തിൻ്റെ ഫീ എന്താ രഞ്ജിത? എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. അല്ല, ഇങ്ങനത്തെ ഒരു വിഷയം അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഗ്രാൻഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ മാത്രമല്ല, ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. എൻ്റെ നാട്ടിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ള, കോഴിക്കോട് ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ള എടക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എടക്കരേൻ്റെ തൊട്ടടുത്തുള്ള എക്വഡേറ്റ് എന്ന് പറഞ്ഞ സംഭവമാണത്. എക്വഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു പെരുവണ്ണാമി ഡാമെന്ന് കനാൽ വഴി വെള്ളം വരുന്നൊരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വരുന്ന ഒരു കനാലാണ് നമ്മളതാ ഈ മേലെ കാണുന്ന ഈ ഒരു സംഭവം. ഇങ്ങനെ പോകുന്നത് വെള്ളം പാസേജ് ചെയ്യാൻ, എന്താ വെച്ചാൽ ജലസേചനത്തിനുള്ള കനാലാണ് ഏറ്റവും മുകളിൽ കൂടി പോകുന്നത്. രണ്ട് ഭാഗത്തും പാടങ്ങളായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതെന്ന് വെച്ചാൽ ഒരുപാട് ആൽബങ്ങൾക്കും അതേപോലെ തന്നെ ഷോർട്ട് ഫിലിംസിനും പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരുപാട് ഇതിന് ഇവിടെ ലൊക്കേഷനായിട്ടുണ്ട്. ഇതുവരെ ഫിലിം ലൊക്കേഷനൊന്നും ആയിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെയും ഒരു ഫിലിം ലൊക്കേഷൻ ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കൈതോലയാണ്. ഇതിപ്പോൾ കാണിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാടുകളിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കൈതോല. കാരണം കൈതോല ഈ ഓണക്കാലത്ത് കൈതോലയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം പണ്ടൊക്കെ ചെറുപ്പത്തിൽ, എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കൈതോലയുടെ പായ കൊണ്ട് കൊട്ട മെടഞ്ഞിട്ട് ആ കൊട്ടയിലായിരുന്നു ഞാനൊക്കെ പൂ ഇറുക്കാനൊക്കെ പോയിരുന്നത്. ചെറുപ്പക്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ് വരെയുള്ള സമയത്തേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൈതോല വെട്ടിയെടുത്ത് അതിൻ്റെ സൈഡിലുള്ള അരികത്തുള്ള മുള്ളൊക്കെ ചീകി മാറ്റി നടു കീറി വെയിലത്തിട്ട് ഉണക്കി മടക്കി വീണ്ടും എടുത്ത് വെച്ച് കാലങ്ങൾക്ക് ശേഷം അതെടുത്ത് എൻ്റെ അമ്മ അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളൊക്കെ പായ നെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ കൈതോലപ്പായ അതുപോലെ തന്നെ ഉണ്ട്. ചില പ്രത്യേക ഒക്കേഷനൊക്കെ ഞങ്ങളത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ മകനാണെങ്കിലും ശരി, എൻ്റെ വീട്ടിലെ ഏട്ടൻ്റെ മക്കളാണെങ്കിലും ശരി, അവരുടെയൊക്കെ ചോറൂണ് അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ തന്നെ ഈ കൈതോലയെക്കുറിച്ച് പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല. കൈതയ്ക്ക് നമുക്ക് മലയാള സിനിമയിൽ ഒത്തിരി ഗാനങ്ങൾ ഈ കൈത അല്ലെങ്കിൽ കൈതോല അല്ലെങ്കിൽ കൈതപ്പൂവുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഈ കൈതോലൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവർ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അത്യാവശ്യം പ്രായമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നാട്ടുമ്പുറത്തുള്ള ആളുകൾക്കും വളരെ ഉള്ളൊരു ഗൃഹാതുര സ്മരണയായിരിക്കും കൈതോല സമ്മാനിക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഈ നിൽക്കുന്ന ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ലൊക്കേഷൻ തേടുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഇവിടേക്ക് വരാൻ വേണ്ടി മടിക്കണ്ട. ഇങ്ങോട്ടേക്ക് എത്തേണ്ട വഴിയെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ ചേളന്നൂർ SM കോളേജ് ഉണ്ട്. SM കോളേജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കോഴിക്കോട് നിന്ന് വരുമ്പം SM കോളേജ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് റോഡുണ്ട്. ആ റോഡ് നേരെ വരുന്നത് ഈ എന്താ പറയുക ഈ എക്വഡേറ്റിൻ്റെ അടുത്തേക്കാണ്. പിന്നെ ഒരു വഴിയെന്ന് വെച്ചാൽ നമുക്ക് എടക്കരയിൽ നിന്ന് വരാം. എടക്കര സൈഫിൻ്റെ അടുത്ത് നിന്നുള്ള ആ കനാൽ റോഡ് നേരെ കയറി കഴിഞ്ഞാലും നമുക്ക് ഇവിടേക്ക് എത്താം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെന്താ പറയുക, അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് തന്നെ പറയാനുള്ളൂ. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കുറവാണ് നമുക്ക്. അപ്പോൾ മാത്രമല്ല എല്ലാവരും സേഫായിട്ടിരിക്കുക. മാസ്ക് നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മാസ്ക് തൽക്കാലം നമ്മൾ കയ്യിൽ അയച്ചു പിടിച്ചത്. അതുകൊണ്ടാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്.
അപ്പോൾ എല്ലാവരും ഓണമൊക്കെ സേഫായിട്ട് ആഘോഷിച്ചിട്ട് വീട്ടിൽ നമ്മളെ വീട്ടുകാർക്കൊപ്പം ഫാമിലിക്കൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളൊപ്പൊക്കെ ആണെങ്കിലും സേഫായിട്ട് ഇരിക്കുക. അഖിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഒരു വർഷത്തേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് നിലവിലുള്ള ഈ കൊറോണയുടെ ഈ ഭീതിയൊക്കെ ഒഴിഞ്ഞ് കഴിഞ്ഞ മുമ്പ് വർഷത്തെ പോലെ നമുക്ക് എല്ലാവിധ ആഘോഷങ്ങളോടും കൂടി ആഘോഷിക്കാനുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ എല്ലാവർക്കും രണ്ടുപേരുടെയും ഒപ്പം ജോയ് വ്ളോഗ്സിൻ്റെയും ഓണാശംസകൾ നേരുന്നു. അപ്പം എല്ലാവർക്കും ബൈ.